നിത്യപിതാവിന്റെ പുത്രൻ നിത്യരക്ഷകനീശോ മിശിഹ കാൽവരി മലയിൽ നീ അന്ന് ശേഷിത്തി മൃത്യു വരിച്ചു. നിത്യപിതാവിന്റെ പുത്രൻ നിത്യരക്ഷ നൽകി മനുഷ്യരെ ദത്തെടുത്ത കുരിശിന്റെ വഴി ആരംഭിക്കുകയാണ്. കൽവരി മലയെ ലക്ഷ്യമാക്കി കുരിശ് ചുമന്ന് യേശുവേ നീ നടന്നതുപോലെ ഞാനും ആ വഴിയെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. കുരിശില്ലാതെ കിരീടമില്ലെന്നും സകലമില്ലാതെ രക്ഷയില്ലെന്നും സമർപ്പണമില്ലാതെ സായുജ്യമില്ലെന്നും നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കുരിശു കണ്ട് പകച്ചെന്നാൾ പതർച്ച കണ്ട് അടുത്ത് നീ വന്ന് കരം പിടിച്ച് അനുഗ്രഹിച്ചതിനെ ഓർക്കുന്നു. പാപത്താൽ മലിനമായ നന്ദിഹീനതയാൽ കലുഷിതമായ കുറ്റബോധത്താൽ കൂനിപ്പോയ ഈ ജീവിതത്തെ നിന്റെ കുരിശിന്റെ വഴിയിൽ സമർപ്പിക്കുന്നു. രക്ഷ തന്ന കുരിശിനെ വാരിപ്പുണർന്ന രക്ഷകരിൽ രക്ഷ കണ്ടെത്തി അനുഭവിക്കാൻ, ആ അനുഭവത്തിൽ ജീവിക്കാൻ ഞാൻ വരുന്നു. നീ ഞങ്ങളെ നിന്റെ കുരിശിൽ സ്വീകരിക്കണേ. നമ്മൾ വിധികർത്താവായിടും നിന്നെ മണ്ണിനെ വിണ്ണിൽ ചേർക്കാൻ അന്ന് പെണ്ണിന്റെ നാഥൻ വന്നു. സ്വർഗത്തെ മണ്ണിൽ ചേർക്കാൻ ദൈവസ്നേഹത്തെ എന്നും പുകഴാൻ തള്ളിയ ദുർവിധിയെ ഓർത്തു ഞങ്ങൾ ക്ഷമ ചോദിച്ചിടുന്നു. ഒന്നാം സ്ഥലം ഈശോയെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ വിശുദ്ധ കുരിശിനാൽ മരണം അതൊരു അനിവാര്യതയാണ്. എന്നാൽ അന്യായമായ ഒരു മരണം, അതും അന്യായമായ വിധിയാലാണെങ്കിലോ, അതാണ് ഇവിടെ കാണുന്നത്. മണ്ണും വിണ്ണും ഒന്നാക്കാൻ വിണ്ണിന്റെ നാഥൻ മണ്ണിൽ പിറന്നു. എന്നാൽ മണ്ണിന്റെ മക്കൾ വിണ്ണിന്റെ നാഥനെ
അന്യായമായ വിധിയാൽ ഇതാ ഇവിടെ ക്രൂശിക്കുന്നു. ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്ന് പറഞ്ഞവനെ വിധിക്കാൻ അവകാശമില്ലാത്തവർ വിധിക്കുന്നു. അല്ലെങ്കിൽ വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവർ വിധിയാളനെ വിധിക്കുന്നു. എന്തൊരു വിരോധാഭാസം! വേലി തന്നെ വിളവ് തിന്നുന്നു. വിധി കേട്ട ഈശോ വിപരീത സ്വരം മുഴക്കിയില്ല. പിന്നെയോ മനുഷ്യന്റെ നിസ്സാരതയോർത്ത് വിതുമ്പി, മനുഷ്യന്റെ വിവരക്കേട് കണ്ട് പരിതപിച്ചു. മനുഷ്യൻ വിധിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്ന നീ വിശുദ്ധനെ നിന്റെ പാപം ചാരി വിധി പ്രസ്താവിക്കുന്നു. കള്ളം പറയുന്ന നീ കള്ളം അറിയാത്തവനെ കള്ളനായി സമൂഹ മധ്യത്തിൽ ചിത്രീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കട്ടെടുക്കുന്ന നീ വിഴുപ്പ് പാണ്ഡം മറ്റുള്ളവന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു. ഓർക്കാം, ഒരു വിരൽ അവരനെതിരെ ഞാൻ ചൂണ്ടുമ്പോൾ പല വിരൽ എനിക്കെതിരെ തിരിയുന്നു. പലവട്ടം കള്ളം പറഞ്ഞാൽ ഒരു വട്ടം പോലും അത് സത്യമാകില്ല. ഈശോയെ, പലരെയും നാവാൽ വിധിച്ച എൻ്റെ ഈ ബലഹീനതയെ നിന്റെ ഈ കുരിശിന്റെ ഒന്നാം സ്ഥലത്ത് ഞാൻ സമർപ്പിക്കുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കരുത് എന്ന വചനത്തിന്റെ കരുത്ത് എനിക്ക് കൂട്ടായി തരണേ. വിധിക്കുന്ന നിമിഷം വിധിക്കപ്പെട്ട നിന്നെ ഓർക്കാൻ, മനം നൊന്ത് കരയാൻ നീ അനുഗ്രഹം തരണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഭരതാലേ വന്ന പാപം വീണ്ടും ഭരതാലേ മറിയുവാനാ അന്ന് മനുഷ്യനാം ദൈവത്തിൻ പുത്രൻ തിരുത്തോളിൽ കുരിശെടുത്തു. രണ്ടാം സ്ഥലം, ഈശോ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര ആരംഭിച്ചു. ഭാരമേറിയ കുരിശ് യേശുവിന്റെ തോളിൽ. അതിലേറെ മനുഷ്യന്റെ വഞ്ചന യേശുവിന്റെ ഹൃദയത്തിൽ കടുത്ത ഭാരമാകുന്നു. ആദ്യ പാപത്തിന് കാരണം ഏദേൻ തോട്ടത്തിലെ മരം ആയിരുന്നുവെങ്കിൽ ആ പാപത്തിൽ നിന്നുള്ള മോചനം കാൽവരിയിലെ കുരിശെന്ന ഈ മരത്തിലൂടെ ആയിരുന്നു.
കൂടെ നടക്കേണ്ടവർ ആരുമില്ല. കൂടെ നടക്കാതെ മാറി നടന്നവർ കൂടെ കൂടി ആർപ്പ് വിളിക്കുന്നു. എന്തിന്? എളുപ്പം അവനെ കൊന്ന് കൊല വിളിക്കാൻ. കുരിശിനെ തോളത്ത് എടുത്തു വച്ചവൻ കുരിശിനോട് പ്രകാരം മന്ത്രിക്കുന്നു. പണ്ട് മോശയോട് പറഞ്ഞ വാക്കുകൾ: സർപ്പദംശനം ഏൽക്കുന്നവർ ഉയർത്തിയ ആഗ്നേയ സർപ്പത്തെ നോക്കട്ടെ, അവർ രക്ഷിക്കപ്പെടും. ഈ കുരിശിലേക്ക് എൻ്റെ മക്കൾ ഞാനില്ലാതെ നോക്കട്ടെ. കുരിശ് അതൊരു രക്ഷയുടെ പ്രതീകമാകുന്നു. എന്നാൽ കുരിശിനെ ഞാൻ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു. അവൻ ആ കുടുംബത്തിലെ ഒരു കുരിശാണ് എന്ന് നാം മറ്റുള്ളവരെ നോക്കി പഴി പറയുന്നു. അവൾ ആ കുടുംബത്തിലേക്ക് കുരിശായി കടന്നു വന്നു. ജോലി സ്ഥലത്ത് അറിയാതെ ഞാൻ പറഞ്ഞു പോകുന്നു, ഇതെന്തൊരു കുരിശാണ്. ഓർക്കുക, നാം കുരിശിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുകയല്ലേ. കുതിര അതിന്റെ കുതിരശക്തിയും ആന അതിന്റെ ശക്തിയും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കുരിശിനെ ധരിക്കാം കഴുത്തിൽ ആഭരണമായല്ല, മറിച്ച് ശരീരത്തിലും മനസ്സിലും അടയാളമായി, ചിഹ്നമായി. ഈശോയെ, നിന്റെ കുരിശ് ഞങ്ങൾക്ക് രക്ഷാചിഹ്നമായി തന്ന വലിയ സ്നേഹത്തെ ഹൃദയത്തിൽ അനുഭവിക്കാൻ വരം തരണേ. കുരിശിൽ നിന്നും ഓടി അകലാതെയും കുരിശിനെ നോക്കി പരിതപിക്കാതെയും കുരിശിനെ വാരിപ്പുണർന്ന് രക്ഷ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണേ. മാതാവേ, പുരുഷനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ നീ പതിപ്പിച്ചുറപ്പിക്കണമേ. വീഴ്ചയിൽ പാഠം തരുവാൻ അന്ന് കുരിശിന്റെ വഴിയിൽ നീ വീണു. വീഴ്ചയിൽ നിന്നും ഈശോ അന്ന് എനിക്ക് ലക്ഷ്യം തീർക്കാം. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, വീഴ്ച അത് ഉയർച്ചയ്ക്കുള്ള പടിയാണല്ലോ. എന്നാൽ യേശുവിന് ഈ വീഴ്ച ആവശ്യമായിരുന്നു. എന്തിലും ഏതിലും മനുഷ്യന്റെ മണവും ഗുണവും ഉള്ളവന് ഇതും ആവശ്യമായിരുന്നു. കാരണം വീണവനും വീഴ്ത്തപ്പെട്ടവനും മാത്രമേ വീഴുന്നവന്റെയും വീഴ്ത്തപ്പെടുന്നവന്റെയും വിളി അറിയാൻ പറ്റൂ. ജീവിതം ഒരു യാത്രയാണ്. യാത്രയിൽ വീഴുന്നവർ ഏറെയാണ്, എന്നാൽ എഴുന്നേൽക്കുന്നവരോ? യേശു വീണു, എന്നാൽ അവൻ എഴുന്നേറ്റു. കാരണം ലക്ഷ്യം പൂർത്തീകരിച്ചേ പറ്റൂ. വീഴ്ചയിൽ സഹായിക്കാമെന്ന് പറഞ്ഞവരും കരുതിയവരും
ആരും അടുത്തില്ല. എന്തൊരു ദയനീയ കാഴ്ച! എങ്കിലും അവൻ എണീറ്റു എനിക്കായി. കുഞ്ഞെ, പലവട്ടം നീ വീണില്ലേ? പലരെയും നീ വീഴ്ത്തിയില്ലേ? എന്നാൽ നീ എഴുന്നേൽക്കാൻ ശ്രമിച്ചോ? ചില തഴക്കദോഷങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. എന്നാൽ അതിൽ കിടന്നേക്കാമെന്നോർത്തു, ഫലമോ ജീവിതം പരാജയം. എന്റെ വീഴ്ചയ്ക്ക് കാരണം ഞാനല്ല, അവരെന്ന് ശഠിച്ച് ആശ്വസിച്ചു. ഫലമോ കൃപ എന്നിൽ കുറഞ്ഞു. വചനമോർക്കാം. ദുഷ്പ്രേരണ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ അതാരും മൂലം ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ചില ജഡിക പാപങ്ങൾ കൂട്ടുകാരുടെ ഉപദേശത്തോടെ തുടങ്ങി, ഇപ്പോൾ കരയേറാൻ പറ്റുന്നില്ല. പറയുന്നു, അവൻ കാരണം, അവൾ കാരണം ഞാൻ നശിച്ചു. നശിപ്പിക്കുന്നവൻ നീ തന്നെ. ധൂർത്തപുത്രൻ എഴുന്നേറ്റു പന്നിക്കൂട്ടിൽ നിന്നും. ഫലമോ നഷ്ടപ്പെട്ട ഭവനം അവന് നിത്യഭവനമായി. ഈശോയെ, ഈ കുരിശിന്റെ വഴി എനിക്ക് പന്നിക്കൂട്ടിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പാകണേ. ആരെയും കുറ്റം പറയാതെ, തള്ളിപ്പറയാതെയും സ്വയം പിഴ ചൊല്ലി തിരികെ വരാൻ എന്നെ സഹായിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണേ. പരിശുദ്ധമാതാവേ, ക്രിസ്തുവിന്റെ കാരുണ്യത്തിലൂടെ എന്നെ ഹൃദയത്തിൽ തറച്ചുവിടണമേ. നാലാം സ്ഥലം. ഈശോ തന്റെ തിരുമാതാവിനെ കാണുന്നു. ഈശോ മിശിഹായേ, ഈ കുരിശിന്റെ വഴിയിൽ നിന്റെ അമ്മയെ ഒന്ന് ഓർക്കാമോ? അമ്മയുടെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. പുത്രന്റെ ചോരവാർന്ന മുഖവും അമ്മയുടെ വിളറി വെളുത്ത മുഖവും ചില രഹസ്യങ്ങൾ കൈമാറുമ്പോൾ സംസാരമില്ല, എന്നാൽ അതിലേറെ അവർ കൈമാറിക്കഴിഞ്ഞു. നടന്നോളൂ മകനെ, നീ തോളിലാണ് കുരിശു വഹിക്കുന്നതെങ്കിലും ഞാൻ ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുന്നു. പുത്രന്റെ കൂടെ നിന്ന് സ്വകരക്ഷക പട്ടം അവൾ നേടുന്നു. അമ്മ ഹൃദയത്തിൽ പേറി ഇന്ന് ലോകത്തിന് തരുന്നു. കുഞ്ഞേ, ഇനി ഈ പുത്രനെ കുരിശെടുപ്പിക്കല്ലേ. പുത്രന്റെ ചോര കൊണ്ട് നേടിയ നിന്നെ നിത്യനരകാഗ്നിയിൽ തള്ളാൻ പാപമൂലം ഇടവരുത്തല്ലേ.
ഏതമ്മയ്ക്ക് ആ പുത്രന്റെ സകലം കണ്ടു നിൽക്കാൻ പറ്റുക? കുറ്റവാളിയല്ലാഞ്ഞിട്ടും കൊടും കുറ്റവാളിയെ പോലെ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് കാണുക. അമ്മയുടെ കണ്ണുനീർ അത് നിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. നിന്റെ കരച്ചിൽ കണ്ട് ഒരിക്കൽ മാത്രം അമ്മ ചിരിച്ചത് നിന്റെ ജനനത്തിലായിരുന്നു. പിന്നീട് ഓരോ നിമിഷത്തിലും നിന്റെ കരച്ചിൽ അവളുടെ കരച്ചിലാണ്. എന്നാൽ നിന്റെ സന്തോഷം അവളുടെ സന്തോഷമാണ്. പ്രഭാഷകൻ പറയുന്നു, അമ്മയുടെ കണ്ണീർ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. ഇളക്കിയോ നിന്റെ അടിത്തറ? നിർഗുന്തലയിൽ കൈവച്ച് അമ്മയുടെ അനുഗ്രഹം എന്നെങ്കിലും നീ വാങ്ങിയിട്ടുണ്ടോ? പുത്രൻ കുരിശെടുത്തപ്പോൾ അമ്മ കൂടെ നിന്ന മനസ്സുകൊണ്ട് പുത്രൻ ആമേൻ പറഞ്ഞു. കാരണം അവൾക്കറിയാം അവന്റെ കുരിശ് എല്ലാ മക്കളുടെയും രക്ഷയാണ്. ഈശോയെ, അമ്മയെ ബഹുമാനിച്ച നീ അമ്മയുടെ മക്കളാകാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. കുരിശിന്റെ പോഷത്വം കുറവിന്റെ പോഷത്വമല്ലെന്ന്, അത് കരുത്തിന്റെ പോഷത്വമാണെന്ന് തിരിച്ചറിയാൻ, അമ്മയെ സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളെ ആരാധിക്കുന്നു. സഹായം കൊടുക്കുന്നവനെ അത് സ്വീകരിക്കാൻ കഴിയൂ. ജീവിതം ഒരു കൊടുക്കൽ വാങ്ങലല്ലേ. ജനിച്ച നാൾ തുടങ്ങി ഇന്നുവരെ നീ നേടിയതൊക്കെ നിന്റേതല്ലോ. മറ്റുള്ളവർ സഹായിച്ചതും തന്നതുമല്ലേ. ഈശോയ്ക്ക് ഈ വഴിയിൽ ശിമയോന്റെ സഹായം ആവശ്യമായിരുന്നു. ഈശോ മൗനമായി പറയുന്നു, ലക്ഷ്യത്തിലെത്താൻ ഒറ്റയ്ക്ക് പറ്റില്ല, മറ്റുള്ളവർ സഹായിക്കണം. യേശുവിന് ക്ഷീണമുണ്ട്, ശിമയോനും ക്ഷീണമുണ്ട്. കാരണം അവൻ വയലിൽ നിന്നും ഈശോ വഴിയിലൂടെയും വരുന്നു. ഞാൻ ക്ഷീണിതനാണ് എന്ന് ചിന്തിച്ചാൽ, അവസരം നഷ്ടപ്പെടുത്തിയാൽ അത് പിന്നെ തിരിച്ചു വിട്ടില്ല. കുരിശിന്റെ താങ്ങൽ എന്ന ഒറ്റ പ്രവൃത്തിയാൽ ശിമയോൻ അറിയപ്പെടുന്നവനായി. ഓർക്കുക വചനം, ഈ ചെറിയ വലിയൊരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല.
ലഭിക്കണമെങ്കിൽ കൊടുക്കണം. ഞാൻ ആരാണ്? കൊടുക്കുന്നവനോ സ്വീകരിക്കുന്നവനോ? എത്ര പേർ നിന്റെ മുമ്പിൽ കൈനീട്ടി? എത്ര പേരെ നീ ആട്ടി ഓടിച്ചു? എല്ലാം എന്റെ അധ്വാനം, കഴിവുകൊണ്ട് എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞുപോയി. നീ വല്ലതും കൊണ്ടുവന്നിരുന്നോ? നിന്റെ സമ്പാദ്യം എന്തുകൊണ്ട് നിനക്കായി കൊണ്ടുപോകാൻ? ഒരു നാൾ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരല്ലേ നമ്മൾ? ഈശോയെ, ഈ കുരിശിന്റെ വഴിയിൽ ശിമയോന്റെ ഭാഗ്യം എനിക്ക് തരണേ. മറുചോദ്യം ചോദിക്കാതെ കൊടുത്തു സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണേ. എന്നെ തേടി വരട്ടെ എന്ന് ചിന്തിക്കാതെ അവരെ തേടി പോകാൻ എന്നെ അനുഗ്രഹിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്ദി നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ. സ്ത്രീയോ അന്ന് നാഥന്റെ തിരുമുഖം തോൽപ്പി അവളുടെ തൂവാലയിലന്നോ എന്നാൽ നാഥന്റെ തിരുമുഖം ചേർന്നു. ആറാം സ്ഥലം, വേർവലിക്കാൻ ഈശോ മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിസ്സഹായന്റെ ദയനീയ അവസ്ഥ. ഒരുവന്റെ നിസ്സഹായ അവസ്ഥയിൽ ഒരു കൈ കൊടുത്ത് ഉയർത്താൻ സഹായിച്ചാൽ ഒരു നാൾ നിന്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്നെ ഉയർത്താൻ പല കൈകൾ ഉണ്ടാകുമെന്ന് ഓർക്കുക. ചോരവാർന്ന ശരീരം, തുപ്പലേറ്റ മുഖം, അടിയേറ്റ കൺപോളകൾ, മുള്ള് തറച്ചിറങ്ങിയ ശിരസ്, കുരിശിന്റെ ഭാരം കൊണ്ട് കൂലിപ്പോയ തോൾ, ശരിക്കും നിസ്സഹായനായ മിശിഹ. കണ്ണീർ തുടയ്ക്കാൻ വിയർപ്പൊപ്പാൻ ശേഷിയില്ല. ഇതാ പലരെയും അവൻ നോക്കുന്നു. ഇടയിൽ നിന്നും ഒരു സ്ത്രീ അവളൊരു തുവാലയെടുത്ത് തിരുമുഖം തുടച്ചു സഹായിച്ചു. പ്രതിസമ്മാനമായി കൊടുത്തു തന്റെ തിരുമുഖത്തിന്റെ ഛായ. അവൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നിത്യസമ്മാനം. ലോകം തരുന്ന സുഖം തേടി ഞാൻ കണ്ണുടക്കി കാഴ്ച കണ്ടു നിന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെടുത്തിയത് ഇതുപോലുള്ള നിത്യസമ്മാനമായിരുന്നു. ചിലത് നഷ്ടപ്പെടുത്തിയാലേ വലുത് നേടാൻ പറ്റുകയുള്ളൂ. നഷ്ടപ്പെടുത്തലിന്റെ വേദന നേടിയെടുക്കലിന്റെ സന്തോഷം കൊണ്ട് മറക്കാൻ പറ്റുമോ? ഈ കുരിശിന്റെ വഴി ഒരു ഞെട്ടൽ തരുമോ? ദൈവമേ, ഞാൻ എന്തുമാത്രം നിത്യസമ്മാനങ്ങൾ നഷ്ടപ്പെടുത്തി.
വഴിവക്കത്ത് വീണ് കിടന്നവനെ ഞാനൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ അവനും ഇന്ന് ജീവിക്കുമായിരുന്നില്ലേ? എന്റെ ജോലി തിരക്കുകൾക്കിടയിൽ ഞാൻ വേണ്ടെന്ന് വെച്ച ആ കുഞ്ഞ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ മക്കൾ തിരിഞ്ഞു നോക്കാത്ത നാളിൽ നോക്കുമായിരുന്നില്ലേ? നാലാൾ കൂടുന്നിടത്ത് അറിയാവുന്ന സത്യം മറച്ചു വെച്ച് കുറ്റം പറഞ്ഞ് സുഖിച്ചപ്പോൾ കളങ്കപ്പെടുത്തിയ അവന്റെ പേര് ഈശോയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചോ? ഈശോയെ, എന്നെ ഒരു വേറൊരിക്കാകണേ. തിരുമുഖത്തിന്റെ ഛായ എന്നിൽ പതിപ്പിക്കണേ. ആരെയും തള്ളിക്കളയാതെ ഉൾക്കൊള്ളാൻ എന്നെ പഠിപ്പിക്കണേ. നിൽക്കുന്ന ഞാൻ വീഴാതിരിക്കാൻ തുണയ്ക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ. താഴ്ചയിൽ നിന്നും ഉയർത്താൻ നിന്റെ മക്കളായി ഞങ്ങളെ മാറ്റാൻ ഈ ഭൂമിയിൽ വന്നൊരു നാഥൻ വീണ്ടും വീഴുന്നു ഈ മണ്ണിലെനിക്കാൻ. ഈശോയെ, ഞാൻ വീഴും നേരം എന്നും ശക്തിയായി താങ്ങാകണമേ. നിന്റെ ശക്തിയായി തന്നാൽ ഞാനോ ഒരു ജന്മം നേടിയിടുമല്ലോ. ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായേ, കുരിശിന്റെ വഴിയിൽ തളരുന്ന ഈശോ. തളർച്ചയുടെ അന്ത്യം, വീഴ്ചയുടെ നിമിഷം. ഒരു വേള യേശുവും വീണു എനിക്കായി. യേശുവിന് വേണ്ടി വീണാൽ അത് തകർച്ചയല്ല, മറിച്ച് ശക്തിയാണ്. തളർച്ച തോന്നുന്ന നിമിഷങ്ങളിൽ തളർന്നു വീണ ഈശോയുടെ മനോഭാവം സ്വീകരിക്കാമോ? തളർന്നിരുന്ന ഏലിയായിക്ക് അപ്പം കൊടുത്ത് ശക്തിപ്പെടുത്താൻ ദൈവം കാക്കയെ അയച്ചു. നമുക്കോ കാക്കയുടെ ആവശ്യമില്ല, മറിച്ച് മനസ്സിന്റെ മാറ്റം മതി. ഓടാമോ പള്ളിയിലേക്ക്? അവിടെ യേശുവിന്റെ ശരീരം എനിക്കായി അവൻ കരുതി വച്ചിട്ടുണ്ട്. രണ്ടാം വീഴ്ച എനിക്ക് വേണ്ടിയായിരുന്നു. നീ വീഴുന്നു എവിടേക്ക്? ഈശോയെ, ജോലിയുടെ ഭാരം പേറുമ്പോൾ ഞാൻ വീഴുന്നു ലഹരി പദാർത്ഥങ്ങളിൽ. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കുടുംബാതര ബന്ധങ്ങളിൽ മുഴുകാറുണ്ടോ? മനപ്പൊരുത്തമില്ലാത്തവനെ അകറ്റി നിർത്തും. പ്രശ്നമില്ലാത്ത ഇടങ്ങളിൽ പ്രശ്നക്കാരനായി തീരുന്നു. എന്റെ അശ്രദ്ധ പോലെ പറ്റിയ ഒരു വീഴ്ച ഞാൻ അവരിൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. യേശു എഴുന്നേറ്റു എനിക്ക് നിനക്ക് മാതൃക തരാൻ. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. തെറ്റിൽ നിന്ന് പിന്തിരിയുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നു. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്നും എഴുന്നേറ്റു. മഗ്ദലന മറിയം മറിഞ്ഞ വഴിയിൽ നിന്ന് പിന്മാറി. നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വന്നവൾ ജീവജലം നേടിയെടുത്തു. അവൻ കാത്തിരിക്കുന്നു വീഴ്ചയിൽ നിന്ന് വിജയത്തിലേക്ക് നിന്നെ കൈപിടിക്കാൻ.
ഈശോയെ, എൻ്റെ വീഴ്ചയുടെ കാരണം അന്യരിൽ അടിച്ചേൽപ്പിക്കാതെ സ്വയം പിഴ ചൊല്ലി തിരികെ വരാൻ അനുഗ്രഹിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാത്മാവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ. എട്ടാം സ്ഥലം, ഈശോ ഓർസ്ലെ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷൻ ലോകത്തെ രക്ഷിച്ചു. ഒരു നാൾ ഒലിവിൻ ചില്ലകൾ വീശി എതിരേറ്റു, ഇന്നോ കണ്ണീരിൽ കുതിർന്ന വിതുമ്പലുകൾ. ചിലപ്പോൾ ജീവിതം ഇങ്ങനെയാണ്, ഒരു വേലിയേറ്റവും വേലിയിറക്കവും പോലെ, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി എന്ന പോലെ. എന്നാൽ ഇവിടെ നോട്ടം യേശുവിലേക്കാണ്. എന്നാൽ യേശുവിന്റെ നോട്ടമോ തന്നെ നോക്കുന്നവരുടെ ഹൃദയത്തിലേക്കും. അതെന്നും അങ്ങനെ തന്നെയായി. രോഗശമനത്തിനായി വരുന്നവന് രോഗസൗഖ്യത്തിന് മുൻപ് പാപ സൗഖ്യം കൊടുക്കുന്ന ഈശോ ഇവിടെ തന്നെ നോക്കി കരഞ്ഞവരുടെ മുഖഭാവത്തേക്കാൾ അവർക്ക് വരും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് കണ്ട് മുന്നറിയിപ്പ് നൽകി. ഈ കണ്ണീർ വരും നാളുകളിൽ ഓർസ്ലേം ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കരച്ചിലിന്റെ മുന്നോടിയാവട്ടെ. അവിടെ അവൻ മുന്നറിയിപ്പ് തന്നു, വരും അപകടം. ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ, എന്നാൽ അപകടം മണത്ത് ഓടി മാറാൻ ശ്രമിച്ചാൽ നിന്റെ കാര്യം, കുടുംബം രക്ഷപ്പെടും. സുനാമി വരുന്ന മുന്നറിയിപ്പ് ലഭിച്ചാൽ ഓടി മാറണം. പരുന്ത് വരുന്നത് കണ്ട് ചിറക് പൊക്കി വിളിക്കുന്ന പിടക്കോഴിയുടെ ചിറകടി നീ തിരിച്ചറിയണം. തന്റെ വേദനയിലും തന്നെ ആശ്വസിപ്പിക്കുന്നവർക്ക് വരാൻ പോകുന്ന അപകടം തിരിച്ചറിയുവാൻ യഥാർത്ഥ ഇടയന്റെ മുഖം. തന്റെ വേദന മക്കളുടെ വേദനയുടെ മുമ്പിൽ മറക്കുന്നവൻ. നിനക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് നീ വിലമതിക്കുന്നുണ്ടോ? കൊടും പാപത്തിന്റെ അടിമയായി ജീവിക്കുന്ന അപ്പന്റെ മകൻ അതിനപ്പുറമുള്ള തെറ്റിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പിനെ നീ അവഗണിച്ചോ? സോദോം ഗൊമോറ ദേശം നശിച്ചു. കാരണം ഭാര്യ ഭർത്തൃബന്ധത്തെക്കാൾ പുരുഷ ബന്ധവും സ്ത്രീ ബന്ധവുമായിരുന്നു. വചനം തരുന്ന മുന്നറിയിപ്പ് നീ കാര്യമായി ഗൗനിക്കുന്നുണ്ടോ? ഈശോയെ, പല നാൾ നീ മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചു പോയ നിമിഷത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. എന്റെ വഴികൾ സുഗമമാക്കാൻ നീ മുൻപേ നടന്ന് മുന്നറിയിപ്പ് തരണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ. ഈശോ മണ്ണിൽ വീഴുന്നു വീണ്ടും. ഒൻപതാം സ്ഥലം. ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. മൂന്നാമതും അവൻ വീണു. വേച്ച് വേച്ച് അവൻ എഴുന്നേൽക്കുകയാണ് വീഴ്ചയിൽ. സകലത്തിന്റെ വലിയ കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചവൻ അത് മട്ടുവരെ കുടിച്ചു കാണിച്ചു തരുന്നു. എന്തുമാത്രം കഠിനമായ സകലത്തിലൂടെയാണ് നാഥൻ കടന്നു പോകുന്നത്. വീഴ്ചയുടെ ദയനീയ വശം കുരിശു ദേഹത്തേക്ക് വീണു എന്നതായിരുന്നു. ചുമക്കുന്ന ഭാരം തെന്നി വീഴുമ്പോൾ ദേഹത്തു തന്നെ വീണാൽ എന്തൊരു ഭാരമായിരിക്കും അതിന്. നിലത്തു വീണ താൻ ആ കുരിശിന്റെ ഭാരം പോലും തന്നെ ഇത്ര നാൾ താങ്ങിയ ഭൂമിക്ക് ഭാരമാകാതെ താൻ തന്നെ ഏറ്റുവാങ്ങുന്നു. ഭൂമി എനിക്ക് മുള്ളുകളും മുൾച്ചെടികളുമാണ് തന്നത് എന്ന് വിലപിക്കുന്നവരുടെ മുമ്പിൽ നീ ഭൂമിക്ക് എന്തു കൊടുത്തു എന്ന് കൂടെ ചിന്തിക്കാൻ ഇവിടെ പ്രേരണ തരുന്നു. ഭൂമി മാതാവിൽ നിന്നും ഊറ്റിക്കുടിക്കുന്നതോടൊപ്പം ഭൂമിയെ ദൈവത്തിന്റെ പാദപീഠമായി കണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. ഈശോ വീണു ഭൂമിയിൽ. ഞാൻ പലവട്ടം വീണു. വീഴുന്ന ഞാൻ എന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള വീഴ്ചയായി അതിനെ കാണാതെ വീഴ്ചയുടെ കാരണം പലതും കണ്ടെത്തുന്നു. വഴിയിൽ തട്ടി വീഴുന്ന ഞാൻ കല്ലിനെ കുറ്റം പറയും, അല്ലെങ്കിൽ മുൻപേ പോയവർ കല്ല് തട്ടി മാറ്റുന്നത് കൊണ്ട് എന്ന് പരിതപിക്കുന്നു. ഓർക്കണേ, നീ കടന്നു പോകുന്ന വഴികളിൽ വഴി മുടക്കികളായ എത്രയോ കല്ലുകൾ കണ്ടു. അവർ വീഴാതിരിക്കാൻ മാറ്റിയിടാൻ നീ ശ്രമിച്ചോ? പാലം ഒടിഞ്ഞ് താഴെ വീണ് അപകടം പറ്റിയത് കണ്ട് പാലം പണിതവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ഒടിഞ്ഞു നിൽക്കുന്ന തൂണിന്റെ കാര്യം നീ എന്തേ അറിയിക്കാതിരുന്നു? കുറ്റം പറയാം, എന്നാൽ കുറ്റം സ്വയം ഏറ്റെടുക്കാൻ ആണില്ലാതാകുന്നു. ഈശോയെ, നീ വീണു. വീഴ്ചയുടെ ഉത്തരവാദിത്വം ആരിലും അടിച്ചേൽപ്പിക്കാതെ സ്വയം എണീറ്റ് യാത്ര തുടരുന്നു. കുറ്റം പറയാത്ത മനസ്സ് എനിക്ക് അനുഗ്രഹിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ.
10-ാം സ്ഥലം. ഈശോ മിശിഹായുടെ തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു. ദൈവപുത്രനെ മർത്യൻ നഗ്നനാക്കുന്നു. നഗ്നത മനുഷ്യനെ മരണത്തുല്യനാക്കുന്നു. ആരൊക്കെയോ ചേർന്ന് കൊടുത്തതൊക്കെ ആരൊക്കെയോ ചേർന്ന് അപകരിക്കുന്നു. അപമാനിക്കുന്നവർക്ക് അതൊരു ആനന്ദമാകുന്നു. എന്നാൽ അപമാനിക്കപ്പെടുന്നവന്റെ മാനസികാവസ്ഥ അത് വിവരണത്തിനപ്പുറമാകുന്നു. ഈശോയ്ക്കൊന്നുമില്ല, എന്നാൽ എല്ലാം ഉള്ളവനാണ്. ഉള്ളതൊക്കെ ഇവിടെ നമുക്കായി, നമുക്ക് ജീവൻ തരാനായി ഉപേക്ഷിക്കുന്നു. ഉടുവസ്ത്രം, തിരുരക്തം, തിരുശരീരം, സ്വന്തം അമ്മ, എല്ലാമല്ല. ഈശോയുടെ ശരീരത്തോട് ചേർന്ന വസ്ത്രം അത് കുഞ്ഞാടിന്റെ തോല് പോലെ രക്തത്തോട് ഒട്ടിച്ചേർന്നതാണ്. അടിപ്പാടുകളും മുറിപ്പാടുകളും കൊണ്ട് ചേർന്നവ. അവയാണ് ബലമായി പറിച്ചെടുക്കുന്നത്. കഴിവിന്റെ പരമാവധി പീഡനങ്ങൾ, സഹനങ്ങൾ അവൻ എനിക്കായി ഏറ്റുവാങ്ങുന്നു. പ്രതികരിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ പുതിയൊരു പിറവിക്ക് ഈ സഹനം കാരണമാകട്ടെ എന്ന് കരുതിയാണ്. സഹനം മറ്റൊന്നിന്റെ വളർച്ച കാരണമാകുന്നു. സഹിക്കാതെ പോയാൽ വളർച്ചയില്ല. ഉരിയുന്ന നീയും ഉരിയപ്പെട്ടവന്റെ വേദന കൂടെ തിരിച്ചറിയണം. നിനക്ക് വളർച്ച തരാൻ നിനക്കായി ഉരിയപ്പെട്ടവർ ഏറെയാണ്. ജന്മം തന്ന മാതാപിതാക്കൾ, പഠിപ്പിച്ച അധ്യാപകർ, സഹായിച്ച സഹപാഠികൾ, ജോലി തന്ന ഉടമസ്ഥർ, എല്ലാവരും നിനക്കായി ഉരിയപ്പെട്ടവരാണ്. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ ഉരിയപ്പെട്ടവരെ നീ അവഗണിക്കുന്നു. നിന്റെ നാവിലൂടെ എത്രയോ പേരെ നീ സമൂഹ മധ്യത്തിൽ വിവസ്ത്രരാക്കുന്നു. കൂട്ടത്തിലില്ലാത്തവന്റെ കുറവ് പറയാൻ നിനക്ക് എന്ത് അവകാശം? കൂട്ടത്തിലുള്ളപ്പോൾ പറഞ്ഞാൽ അവന്റെ ഭാഗം അവന് പറയാമല്ലോ. ഉരിയല്ലേ അവരുടെ ഉടുവസ്ത്രം. ഈശോയെ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനായി അവഗണിക്കപ്പെട്ട നിന്റെ അവസ്ഥ ഇന്ന് എന്റെ ഹൃദയത്തിൽ ഒരു നീറ്റലായി കടന്നു വരുന്നു. ആരെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിവസ്ത്രനാക്കാൻ എന്നെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ. ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ബലിക്കല്ല് തയ്യാറായി. ബലിവസ്തു എവിടെ?
ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് പോയപ്പോൾ അബ്രാഹവും ഇസഹാക്കും ചേർന്ന് എല്ലാം എടുത്തുവെങ്കിൽ ഇവിടെ എല്ലാം ഈശോ തന്നെ ചുമക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാത്തവൻ, എല്ലാ ബുദ്ധിമുട്ടുകളും സ്വയം ഏറ്റെടുക്കുന്നവൻ. കൈകളും കാലുകളും വലിച്ചു നീട്ടി ആണി തറയ്ക്കുന്ന യൂതന്മാർ ഒരു വേള കുരിശ് പോലെ ചിന്തിച്ചു കാണും, ഈ കുരിശിൽ കിടത്തിയിരിക്കുന്നവന്റെ ഇണക്കുകൾ പറഞ്ഞു പോരുമോ എന്ന്. കാരണം അത്രയ്ക്കും ദയാദാക്ഷിണ്യമില്ലാതെയാണ് യൂതന്മാർ പെരുമാറുന്നത്. പച്ചയായ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിത്തെറിക്കുന്നു. പ്രാണവേദന കൊണ്ട് ഈശോ പിടയുന്നു. എന്നാൽ തെറിയഭിഷേകമില്ല, കുറ്റപ്പെടുത്തലില്ല, പരിതപിക്കലില്ല, അട്ടഹാസമില്ല. ഒന്നു മാത്രം, പച്ചയായ മനുഷ്യന്റെ ആരെയും കുറ്റപ്പെടുത്താതെയുള്ള നിലവിളി. നിലയില്ലാത്തവന്റെ വിളിയല്ലയോ നിലവിളി. ഇവിടെ ഓരോ അടിയും അവൻ നിലവിളിച്ചു, എനിക്ക് വേണ്ടി. അമ്മയുടെ ദീനരോധനം, കണ്ടുനിന്ന സ്ത്രീകളുടെ നിലവിളി. പക്ഷേ യൂതന്മാർക്ക് മാത്രം സന്തോഷം. പോരാ പോരാ എന്ന ആക്രോശം. അവരെ തറച്ചത് പോരാ. ഒരു വേള ചിന്തിച്ചു പോകുന്നു, അവരെന്തേ ലഹരിക്ക് അടിമകളാണ്. ഇവിടെ ഈ കൂട്ടത്തിലുമില്ല അത്തരക്കാർ. മറ്റുള്ളവന്റെ വേദന കണ്ട് ആർപ്പ് പിടിക്കുന്നവർ. പഴമൊഴി യാഥാർത്ഥ്യമാകുന്നു. അമ്മയ്ക്ക് പ്രസവ വേദന, മകൾക്ക് വീണവായന. മറ്റുള്ളവന്റെ പ്രാണന് വേണ്ടിയുള്ള നിലവിളിക്ക് മുന്നിൽ കേൾവിയില്ലാത്തവനെ പോലെ ഞാനും അഭിനയിച്ചില്ലേ? ഈ അഭിനയത്തിന് അവാർഡ് കിട്ടിയോ? എനിക്ക് അവാർഡല്ല, റിവാർഡാ വേണ്ടത്. അത് ആരിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്നും ലഭിക്കണം. ഓർക്കണേ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനം? ഈശോയെ, കാഴ്ചക്കാരനായി നിർത്താതെ കരടലിയിക്കുന്നവനായി എന്നെ മാറ്റണേ. കല്ലുപോലുള്ള എൻ്റെ ഹൃദയത്തെ മാംസമാക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ അനുഗ്രഹിക്കണേ. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. സർവലോകത്തിന്റെയും അധിപൻ ഇതാ ഉയരത്തിൽ. അവിടുത്തെ രാജാഭിഷേകമായിരുന്നു. ജയഘോഷത്തെക്കാൾ പ്രകൃതി വികൃതി കാട്ടുന്നു. വെള്ളിടി വെട്ടുന്നു, തിരശ്ശീല കീറുന്നു, പ്രതീക്ഷിക്കാതെ പലതും നടക്കുന്നു. വാളുറയിടാൻ പറഞ്ഞ നാവുകൊണ്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ
ലോകത്തെ തകർക്കാൻ വന്ന പ്രകൃതിക്ഷോഭം പത്തി താഴ്ത്തി വിള്ളലായി പുറത്തു വന്നു. എന്റെ മരണം മൂലം ഒരു നാശനഷ്ടവും പാടില്ല. ഈ മരണത്തിലൂടെ അനേക പുതുജീവൻ നേടണം. സർവരെയും നേടാൻ സർവാധിപൻ ശ്രമിക്കുന്നു. ചോദിച്ചു പോകാറില്ലേ സഹനത്തിന്റെ അർത്ഥം? ഇതാ ഈശോ അർത്ഥം പറയുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. കെട്ടിപ്പൊക്കിയ പ്രതീക്ഷകളൊക്കെ തകർന്ന തരിപ്പണമായ ഒരു കൂട്ടർ കുരിശിന് താഴെ. ഈ ബലി കഴിഞ്ഞ് കെട്ടിപ്പൊക്കാമെന്ന വ്യാമോഹവുമായി നിൽക്കുന്ന വേറൊരു കൂട്ടർ. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതാ കർത്താവ് ദാസി എന്ന് പറയുന്ന ഒരു കൂട്ടർ. ഞാൻ ഇതിൽ എതിർപ്പെടും. ഈശോയ്ക്കറിയാമല്ല. ഈ ബോധ്യത്തോടെ ഈ കുരിശിന് കീഴിൽ നിൽക്കാമോ? കുരിശ് കണ്ട മുന്നിൽ നിൽക്കുമ്പോൾ മുമ്പേ വരുന്ന ചിന്ത എന്താണ്? എല്ലാം അവന്റെ ഇഷ്ടത്തിനൊത്ത് വിട്ടുകൊടുക്കാമോ? കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വീട്, നല്ല ആഘോഷം. ഇതിനിടയിൽ വിശുദ്ധ കുർബാനയ്ക്ക്, കുടുംബ പ്രാർത്ഥനയ്ക്ക് എവിടെ സമയം? ഓർക്കണം, കുരിശിന്റെ ചുവട്ടിലും പലരും പലതരത്തിലുള്ള വികാരങ്ങളുമായി ഉണ്ടായിരുന്നു. എന്നാൽ കുരിശിലേറിയവൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് മാത്രമേ എന്നിൽ നടക്കൂ. 33-ാമത്തെ വയസ്സിൽ നീ മരിക്കണമെന്ന് അവൻ നെറുകയിൽ കുറിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കാൻ ഒരുവനും പറ്റില്ല. ഇവിടെ പറയാം, ഇതാ കർത്താവിന്റെ ദാസൻ, ദാസി, നിന്റെ ഹിതം പോലെയാകട്ടെ. ഈശോയെ, പ്രകൃതിയുടെ വികൃതി കണ്ട് മാറ്റം വന്നത് നിന്റെ ക്ഷമയുടെ പ്രാർത്ഥന കേട്ടപ്പോഴാണല്ലോ. അതുപോലെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടപ്പാടുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ അനുഗ്രഹിക്കണേ. സ്ഥലം ഈശോയുടെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. അമ്മയുടെ മടിത്തട്ട് എപ്പോഴും മക്കൾക്ക് ആശാകേന്ദ്രമാണ്. വിഷമിച്ചിരിക്കുന്ന അമ്മയ്ക്ക് കുഞ്ഞിന്റെ മോണ കാട്ടിയുള്ള ചിരി ദുഃഖം മറന്നൊന്ന് ചിരിക്കാനുള്ള അവസരമാണ്. എന്നാൽ ഇവിടെ വലിയവൻ ചെറിയവളുടെ മടിയിൽ. അമ്മ, ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മയുടെ ഇപ്പോഴത്തെ വികാരം എന്താ? നീ ഒരമ്മയാണെങ്കിൽ, അപ്പനാണെങ്കിൽ ഉത്തരവൊന്ന് ചിന്തിക്കാമോ? ഇവിടെ പുത്രൻ മൂകമായ ഭാഷയിൽ അമ്മയോട് പറയും, അമ്മേ കരയരുതേ, ആരോടും പരിഭവം വരുതേ,
നിന്റെ ഉദരം ദാനമായി തന്നതിന് നന്ദി. പകരമായി അമ്മയോ ചുംബനം കൊണ്ട് വിശുദ്ധമായതും മക്കളുടെ അടികൊണ്ട് വികൃതമാക്കിയതുമായ ദേവത്തെ മക്കളെ ശിക്ഷിക്കരുതേ എന്ന് യാചിച്ചു നിൽക്കുകയാണ്. മകനെ, ഇവരും എൻ്റെ മക്കളും നിന്റെ സഹോദരരുമല്ലേ? അറിവില്ലായും പുറത്തേക്കണേ. അമ്മേ, എൻ്റെ അമ്മേ, രാവും പകലും എൻ്റെ കൂടെ ഇരിക്കണമേ. മുറിവേറ്റ എൻ്റെ ശരീരത്തെ തലോടണമേ. പരാജയപ്പെടുന്ന ശരീരത്തെ നിന്നോട് ചേർക്കണേ. അമ്മേ, ഒരു ചോരക്കുഞ്ഞിനെ പോലെ എന്നെ വാരിയെടുത്ത് ഈശോയുടെ തിരുരക്തക്കുളത്തിൽ എന്നെ കഴുകി നനഞ്ഞ മുടി മേലകി കൊണ്ട് തോർത്തി നെറുകയിൽ കുരിശു കൊണ്ട് ചാർത്തി കണ്ണിൽ ദിവ്യകാരുണ്യത്തിന് അഞ്ജനം എഴുതി പാപവിശപ്പ ഞാൻ തളരുമ്പോ എനിക്ക് നിന്റെ മകന്റെ ദിവ്യ ശരീരമാകുന്ന കുർബാനയപ്പം വിളമ്പിത്തരണേ. അമ്മയെ ഓർക്കാമോ? ഒന്ന്, നിന്റെ അമ്മ എന്തുമാത്രം മോശക്കാരിയായിരുന്നാലും ഓർക്കണം കേട്ടോ, നീ ജനിക്കാൻ കാരണം അവളല്ലേ, നിന്നെ വളർത്തിയത് അവളല്ലേ. നിന്റെ അപ്പനെ ഓർക്കാമോ? നിനക്ക് വേണ്ടി പണിയെടുത്തത് അവനല്ലേ. ഒഴിഞ്ഞ വയറും നിറഞ്ഞ മിഴികളും തളർന്ന നോട്ടവുമായി കാത്തിരിക്കുന്നു അവർ നിനക്കായി. പൊരിവെയിലും അടുപ്പിലെ ചൂടും നിനക്ക് വേണ്ടി സുന്ദര ശരീരത്തെ വികൃതമാക്കിയതും നീ മറക്കരുതേ. ഈശോയെ, മാതാപിതാക്കൾക്ക് കണ്ണീർ സമ്മാനമായി കൊടുക്കാൻ എന്നെ അനുവദിക്കരുതേ. അവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയുടെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഇവിടം കൊണ്ട് എല്ലാം തീർന്നുവെന്ന് പലരും കരുതി. എന്നാൽ തീർന്നു എന്ന് മനുഷ്യൻ കരുതുന്നിടത്ത് നിന്ന് അവൻ നമുക്കായി വഴി തുറക്കും. ഭദ്രമെന്ന് മനുഷ്യൻ പറയുന്നു, കരുതുന്നു എന്നും. എന്നാൽ ഒന്നും ഭദ്രമല്ലെന്ന് ഈ കല്ലറ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആരെയും ഒന്നിനെയും നിസ്സാരമാക്കുകയോ എഴുതി തള്ളുകയോ അരുത്. നാം ഇന്ന് ഓടുന്നത് ഭാവി ഭദ്രമാക്കാനല്ലേ. എന്നാൽ ഈശോ പറയുന്നു, ഓടിയവന് അധികം കിട്ടിയില്ല, ഓടാത്തവന് ഒന്നും കിട്ടാതെയും ഇരുന്നില്ല. ആവശ്യത്തിനുള്ളത് ഈ ലോകത്തിൽ കരുതിയിട്ടുണ്ട്.
ആരുടെയോ കല്ലറ, ആർക്കോ വേണ്ടി ഒരുക്കി, എന്നാൽ ഉപയോഗപ്പെട്ടതോ ആരും പ്രതീക്ഷിക്കാത്ത ആൾക്കും. ഒരു തെറ്റ് ചെയ്തത് മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ പല തെറ്റുകൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു നാൾ എല്ലാം വെളിച്ചം കാണും. തെറ്റിന്റെ പുറകെ തെറ്റ്, കല്ലറയ്ക്ക് കാവൽ വരെ. ചരിത്രത്തിൽ തന്നെ ആദ്യവും അവസാനവുമായ ഒരു കാവൽ. എന്തിന്? തെറ്റു ചെയ്തത് മൂടി വയ്ക്കാൻ. ഫലമോ ഇളിഭ്യരായി. ഓർക്കണം, അന്തിമ വിജയം സത്യത്തിന് തന്നെയായിരിക്കും. എത്ര എത്ര കള്ളത്തരങ്ങൾ ഞാൻ ചെയ്യുന്നു ഈ ജീവിതയാത്രയിൽ. എന്നാൽ കള്ളത്തരത്തിലൂടെ നേടിയതൊക്കെ എന്നേക്കുമായി ആരെങ്കിലും നിവർത്തിയിട്ടുണ്ടോ? കള്ളത്തരത്തിലൂടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിയിൽ കയറി എത്ര നാണക്കേടുകൾ, ജോലി തെറ്റായി ചെയ്തു നേടി. എത്ര വട്ടം ജീവിത പങ്കാളിയെ പറ്റിച്ച് അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ടും സംതൃപ്തി കിട്ടിയോ? അത് മറച്ചു വയ്ക്കാൻ എത്രയെത്ര നുണകൾ പറഞ്ഞു. അവസാനം എല്ലാം പുറത്തായില്ലേ? സത്യം മാത്രമേ വിജയിക്കൂ. ഈശോയെ, സത്യം പറയാൻ, സത്യമായി ജീവിക്കാൻ വരം തരണേ. ഓരോ ദിവസവും നിന്റെ ദാനമെന്ന് പറഞ്ഞ് ജീവിക്കാൻ വരം തരണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. വിജയത്തിൻ പൊൻകോടി പാടി സാത്താന്റെ കെണിയെ തകർത്തു ജയിക്കും. മൂന്നാം നാൾ യേശു ഉയർത്തും. സത്യം വിജയിക്കും. ദൈവത്തിൻ രാജ്യമെന്നും. നിത്യപിതാവിന്റെ സ്നേഹം തള്ളിക്കളഞ്ഞ് നന്ദികേട് കാട്ടി ഞങ്ങൾ നിത്യമായ ചില സത്യങ്ങളെ അയവിറക്കി യാത്ര ചെയ്യാൻ അനുവദിച്ച പിതാവേ നന്ദി. ഈ വഴിത്താരയിൽ ജീവിതത്തെ മുന്നിൽ വെച്ച് ചിന്തിക്കാൻ കാരണക്കാരനായ തിരക്ഷക നന്ദി. വഴിയിൽ കണ്ടതും മനസ്സിൽ പറഞ്ഞതും കൃപയാൽ തെളിഞ്ഞതും വിവേചിക്കാൻ വരം തന്ന നിത്യാത്മാവേ നന്ദി. തൃത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം നിത്യസത്യത്തിനായി വില കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഒറ്റയായി നിന്നവനെ ഒരുമിച്ച് ചേർക്കാൻ അനുവദിക്കണേ. ഈ കുരിശിന്റെ വഴി ജീവിതത്തിലെ ജയപരാജയങ്ങളും നേട്ടകോട്ടങ്ങളും തിരിച്ചറിയാൻ ഇടവരുത്തുന്നതിന് നന്ദി പറയുന്നു. ഈ യാത്ര നിത്യയാത്രയ്ക്കുള്ള ഒരു കാരണമാക്കണമേ. അമ്മ മാതാവിനോടും മാറിയോസേ പിതാവിനോടും ചേർന്ന് തൃത്വൈക കൂട്ടായ്മയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. മനസ്താപപ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവർക്കുമിടയിലായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണമയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കുന്നതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരകയാത്രയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാധ്യത ഉപേക്ഷിക്കുന്നു. നേരിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. യേശുവിന്റെ തിരുസന്നിധിയിൽ രണ്ട് കരങ്ങളും ഉയർത്തി കേട്ട ഈ വചനത്തെ ചിന്തകളെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്നിലും ഒരു മാറ്റം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടുകൂടി നാഥനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ?